ഏവർക്കും നമസ്കാരം. ഇവിടെ കേരളവും തമിഴ്നാടുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. ദിവസങ്ങൾക്കുള്ളിൽ സീറ്റ് തികയാത്ത വിജയ്, ഇന്നലെ വന്ന വിജയ് ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് രാഷ്ട്രീയ പാർട്ടി തട്ടിക്കൂട്ടി വന്ന വിജയ് മുഖ്യമന്ത്രി സ്ഥാനം ഭൂരിപക്ഷം തികക്കാൻ സാധിക്കാതെ വന്നെങ്കിലും മറ്റ് ചിലരുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി പദവിയിൽ എത്തിപ്പെടുകയും ഉടൻ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില മദ്യശാലകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. പല മദ്യശാലകളും അടച്ചുപൂട്ടി. അതൊരു ചെറിയ കാര്യമല്ല, വലിയ സംഭവം തന്നെയാണ്. അധികാരത്തിൽ വരികയും ഏതാനും മദ്യശാലകൾ അടച്ചുപൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു വലിയ അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ കഴിയും. വളരെ അതായത് ചുരുങ്ങിയ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പാർട്ടി രൂപീകരിക്കുകയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിപ്പെടുകയും വലിയൊരു പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. അദ്ദേഹം പറയുന്നേ അവിടുത്തെ 10 കോടി ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളായിട്ട് തന്നെയാണ്, സിസ്റ്ററായിട്ടും ബ്രദറായിട്ടും ചേട്ടനായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേൽപ്പറയപ്പെട്ട 10 കോടി മക്കൾ എൻ്റെ ബന്ധുമിത്രാദികൾ തന്നെയാണ് തമിഴ്നാടിൻ്റെ. മാത്രമല്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് വിജയ് ലക്ഷ്യമിടുന്നത്. സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് വിജയ് ആദ്യം തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് ഒരു വൻ വിജയത്തിൻ്റെ അടുത്ത ഒരു എം.ജി.ആർ മോഡലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിജയ്. വിജയുടെ പ്രായം കണക്കിലെടുത്താൽ എം.ജി.ആർക്ക്, തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് മുൻപുള്ള മുഖ്യമന്ത്രി ഉണ്ടല്ലോ എം.ജി.ആർക്ക് ചെയ്യാൻ സാധിക്കാത്ത പലതും വിജയ്ക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉസ്മാനിയെ മനസ്സിലാക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ 144 പരം കോടിയിൽ വരുന്ന ജനങ്ങളുടെ 144 പരം കോടി ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതിശയപ്പെടുത്തിയെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ ഉണ്ട്. തമിഴ്നാടിൽ 2-3 വർഷത്തിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ടെന്ന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം കരസ്ഥമാക്കി ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയാം. കാരണം വിജയ് അടുത്ത തമിഴ്നാടിൻ്റെ എം.ജി.ആർ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട. ഉസ്മാനിയാണ് പറയുന്നത്, വിജയ് വീണ്ടും തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും. തുടർ ഭരണം വിജയ്ക്ക് തന്നെയായിരിക്കും. തമിഴ്നാടിൻ്റെ 90% സീറ്റുകളും കരസ്ഥമാക്കിക്കൊണ്ട് വിജയ് വീണ്ടും അടുത്ത 5 വർഷവും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആരും തന്നെ സംശയിക്കേണ്ട. മാത്രമല്ല, ഇന്ത്യയിലെ 144 പരം കോടി ജനങ്ങളും വിജയുടെ ബന്ധുമിത്രാദികളെ പോലെയാണ്, അദ്ദേഹത്തിൻ്റെ ബ്രദർ സിസ്റ്റർ പോലെയാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരെ പോലെയാണ് എന്നാണ് അദ്ദേഹം ജനങ്ങളോട് തുറന്നു പറയുന്നത്. പക്ഷേ അതൊക്കെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് ഉസ്മാനിയക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും സംഭവാമ യുഗേ യുഗേ എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കേണ്ടത്
സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് വിജയുടെ കാര്യത്തിൽ വൻ വിജയമാണ് വിജയ്ക്ക് അവിടെ. അതായത് ഭരിക്കാനുള്ള ഭൂരിപക്ഷം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൻ്റെ കുറവുണ്ടായി, കുറഞ്ഞ സീറ്റിൻ്റെ കുറവുണ്ടായി. പക്ഷേ അത് ഉടനെ നികത്തിയെടുക്കുവാനും സാധിച്ചു, ഉടനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിപ്പെടാനും സാധിച്ചു. നമ്മുടെ കേരളത്തെ പോലെയല്ല. പക്ഷേ കേരളത്തിൽ പ്രഖ്യാപനം നടന്നു. ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ട് ഡൽഹിയിൽ നിന്നും പ്രഖ്യാപനം വരികയും അത് രമേശ് ചെന്നിത്തലയും മറ്റും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മറ്റും വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എന്ന കാര്യം അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആ രൂപത്തിലാണ് തീരുമാനം ഡൽഹിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉസ്മാനിയ പറഞ്ഞിരുന്നു, ഡൽഹിയിൽ നിന്ന് ഇന്നത്തോടെ തീരുമാനമാകുന്നില്ലെങ്കിൽ ചർച്ച കേരളത്തിലേക്ക് മാറ്റേണ്ടി വരും. കേരളത്തിലുമുണ്ടല്ലോ AC സൂട്ട് റൂമുകളൊക്കെ, 5 സ്റ്റാർ ഹോട്ടലുകളും AC സൂട്ടൊക്കെ കേരളത്തിലും ഉണ്ടല്ലോ. എല്ലാവിധ ഭക്ഷണ സാമഗ്രികളും കേരളത്തിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവിധ ഫുഡ് ഐറ്റംസുകളും ഇവിടെ ലഭിക്കുന്നു. നിങ്ങൾക്ക് ഏത് തരം ഫുഡാണ് വേണ്ടത്? കോണ്ടിനെൻ്റൽ വേണോ, അറേബ്യൻ വേണോ, മുഗൾ വേണോ, നോർത്ത് ഇന്ത്യൻ വേണോ, ചൈനീസ് വേണോ, നോർത്ത് ഇന്ത്യൻ വേണോ, സൗത്ത് ഇന്ത്യൻ വേണോ, ചൈനീസ് വേണോ, കേരള ഏത് ഐറ്റം ഫുഡുകളും കിട്ടുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾ ഇവിടെ നമ്മുടെ കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് ചർച്ച കേരളത്തിലേക്ക് മാറ്റാം. അതുപോലെ AC സൂട്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ചർച്ച ഡൽഹിയിൽ നിന്ന് ഇന്ന് തീരുമാനമായിട്ടില്ലെങ്കിൽ അത് കേരളത്തിലേക്ക് മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഉൾപ്പെടെ ഉസ്മാനിയ അഭ്യർത്ഥിച്ചതാണ്. ഏതായാലും ഭാഗ്യത്തിന് ഇന്നൊരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു. വളരെ സന്തോഷം ഏവർക്കും. ഉസ്മാനിയ